ആപ്കെ അദാലത്തിൽ കിരൺ ബേഡിക്കെതിരായ കുറ്റാരോപണം ഇവർ പോലീസ് ജോലിയേക്കാൾ മറ്റുള്ള ജോലികളാണ് കൂടുതലും ചെയ്യുന്നത് എന്നുള്ളതാണ്. കിരൺ മേഡം, ഞാൻ താങ്കളുടെ ബയോഡാറ്റ മൊത്തം നോക്കുന്ന സമയത്ത് താങ്കൾ ധാരാളം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. താങ്കൾ ധാരാളം അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ലോകം മുഴുവനും പോയി പലയിടങ്ങളിൽ ലെക്ചർ നൽകിയിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ 4 രാജ്യങ്ങളാണ് സന്ദർശിച്ചത്. പിന്നെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി NGO നടത്തുന്നുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ പോലീസ് പ്രവർത്തികളൊക്കെ വിട്ട് മറ്റുള്ള ജോലികളും താങ്കൾ ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. ഞാൻ ആ ബുക്ക് എഴുതാനായി 2 വർഷം സ്റ്റഡി ലീവ് എടുത്തിരുന്നു. ആ സ്റ്റഡി ലീവിൽ ഞാൻ തിഹാറിനെ കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ എല്ലാ കൺട്രിയും കാണണമെന്ന് കരുതി. അതായത് ആ പുസ്തകത്തിനെക്കുറിച്ച് ശരിക്കും എഴുതണമെങ്കിൽ അത് ഇതുപോലെ ശരിക്കും നടന്നിട്ടുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കാനായി ആ 2 വർഷത്തിൽ ലോകത്തെ 2 വട്ടം ഞാൻ ചുറ്റിവന്നു. ഞാൻ എന്റെ സ്വന്തം സേവിങ്സ് യൂസ് ചെയ്തു. എനിക്ക് ഫെലോഷിപ്പിൽ നിന്ന് കിട്ടിയ കാശും അതിനായി ഉപയോഗിച്ചു. കാരണം എന്റെ എയിം ഞാൻ എഴുതുന്നത് ശരിക്കും സത്യങ്ങൾ പറയപ്പെടുന്ന ഒരു ഒറിജിനൽ പുസ്തകമായിരിക്കണം. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ട്രാവലിംഗ് ചെയ്തു. കിരൺ മേഡം, താങ്കളെപ്പോലെ സമൂഹ നന്മ ചിന്തിക്കുന്നവർ, ലെക്ചറുകൾ നൽകുന്നവർ പോലീസിലല്ല പൊളിറ്റിക്സിലാണ് വേണ്ടത്. എന്തുകൊണ്ട് പോലീസിൽ പാടില്ല? നിങ്ങളെന്തുകൊണ്ട് അങ്ങനെ കരുതുന്നത്? എന്നെപ്പോലെ ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് റൈറ്റേഴ്സ് ആയിട്ടുണ്ട്. തൊട്ടടുത്ത് ഞാൻ കേരള വരെ പോയിരുന്നു. അവിടെ ഒരു വലിയ പോലീസ് ഓഫീസർ ഒരു സ്റ്റോറി എഴുതിയിരുന്നു. ആ സ്റ്റോറി ഇപ്പോൾ ഒരു സിനിമ സ്ക്രിപ്റ്റായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങൾ താങ്കളോട് എന്ത് ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് നോക്കാം. താങ്കൾ. ചില സമയങ്ങളിൽ പോലീസ് ഫോഴ്സിനെ കാണുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. വലിയ ചാടിയ കുടവയറൊക്കെ ആയിട്ട് ബെൽറ്റ് താഴെയാണ് ഉണ്ടാവുക, ക്യാപ്പ് പോലും ഇല്ലാതെ. ഡ്യൂട്ടിയിൽ ഉണ്ടാവും, പക്ഷേ ഒരു സ്ഥലത്തുള്ള കടകളുടെ അടുത്തൊക്കെ നിർത്തിയിട്ട് അവരുടെ അടുത്തുനിന്ന് പൈസ കളക്ട് ചെയ്യും. പക്ഷേ വളരെ ചുരുക്കം ചിലർ മാത്രമേ നല്ല അച്ചടക്കത്തോടെ, ശരീരം നല്ല ഫിറ്റായിട്ട്, ജോലിയിലും നല്ല ആത്മാർത്ഥത ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവരെ കുറച്ചേ കാണാൻ പറ്റും. ഈ ഇംപ്രഷൻ, അതായത് ഒരു സ്റ്റേറ്റിൽ മാത്രമല്ല, ഡൽഹിയിലും മഹാരാഷ്ട്രയിലും മാത്രമല്ല, എവിടെ നോക്കിയാലും പോലീസിനെ കുറിച്ച് ഈ ഒരു അഭിപ്രായമാണ് ഉള്ളത്. ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെ സാധിക്കും? അവർക്ക് കഴിക്കാൻ പോലും സമയമില്ല. ആക്ച്വലി അവർക്ക് രാത്രി എപ്പോൾ കഴിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് കിട്ടുന്നത് അവർ അപ്പോഴപ്പോൾ കഴിക്കും. അതുകൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസും ഇല്ല, അവർക്ക് ടൈമുമില്ല. ഇതാണ് ശരിക്കും നടക്കുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസിനും കുറച്ച് സമയം ആവശ്യമായി വരുന്നുണ്ട്. സമയമുണ്ടെങ്കിലേ നമുക്ക് അതൊക്കെ ചെയ്യാനാകൂ. അവർ മനസ്സിലാക്കണം, ഞാൻ 10 മണിക്ക് ഡ്യൂട്ടിക്ക് ചെല്ലണം, 6 മണിക്ക് റെഡിയാകണം, രാവിലെ നേരത്തെ എണീറ്റ് യോഗ ചെയ്യണം, ഫിസിക്കൽ ഫിറ്റ്നസും ചെയ്യണം, വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് ചെന്നെത്തും കഴിക്കാനായിട്ട്. സോ ഇതുപോലുള്ള നോർമലായ കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത്. പെട്ടെന്ന് ടെററിസ്റ്റ് കോൾ വരും, പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരു ബന്ധബസ്ത് കോൾ വരും, തുടർന്ന് ഓടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സർക്കാർ നമ്മുടെ കൺട്രിയിൽ 13 മാസത്തെ ശമ്പളം 12 മാസത്തെ ജോലിക്ക് നൽകുന്നത്. എന്തിനാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത്യാഗ്രഹം കാണിച്ച് അവരെ ഓടിച്ചുകൊണ്ടേയിരിക്കും. അത് ഓണമാകട്ടെ, എന്തൊരു ഉത്സവമാകട്ടെ. പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ലീവ് എടുക്കാമെന്നാണ്. അല്ല, ഞാൻ മറ്റൊരു കാര്യം പറയാം. തീർച്ചയായും ഇല്ല. എന്താ, ലീവ് എടുക്കാൻ ആർക്കും അധികാരമില്ലേ? പറയൂ. ഇത് ശരിക്കും തെറ്റാണ്. ആദ്യം പറഞ്ഞതും തെറ്റാണ്, ഇതും തെറ്റാണ്. നിങ്ങൾ എന്തിനാണ് ലീവ് എടുക്കുന്നത്? ചിലർക്ക് വിശപ്പുണ്ടാകും, ചിലർക്ക് അത്യാഗ്രഹമുണ്ടാകും, ചില സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കണം. കാരണം അവർക്ക് സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. അവരുടെ കുട്ടികൾക്കും ആഗ്രഹം കാണും കളർ TV ഒക്കെ കാണണമെന്ന്. ഇതുപോലെ ആപ്ക അദാലത്ത് പ്രോഗ്രാം കാണാൻ, ഇദ്ദേഹത്തെ കാണാൻ. നിങ്ങൾ തന്നെ പറയൂ, എത്ര പേരുടെ വീട്ടിൽ കളർ TV കാണും? അവരുടെ കുട്ടികൾ ആഗ്രഹിക്കും. അത് തെറ്റാണ്, ഞാൻ ശരിയെന്നല്ല പറയുന്നത്. അവരുടെ ശമ്പളം വളരെ കുറവ്, കുട്ടികളെ പഠിപ്പിക്കാനാവില്ല, വീടിന്റെ വാടക കെട്ടാനാവില്ല. നമ്മുടെ നാട്ടിൽ ഓരോ സാധാരണ പോലീസുകാരനെയും നോക്കിയാൽ, ഒരു പട്ടാളക്കാരനെ പോലും ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ എനിക്ക് സന്തോഷം തോന്നുന്നു. ഓരോ മിലിറ്ററി മേനെയും വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു. ഭാഗ്യം, അവരെങ്കിലും നന്നായിട്ട് നോക്കുന്നല്ലോ. അതായത് ഓരോരുത്തരും ഈ നാട്ടിൽ പോലീസ് കോൺസ്റ്റബിളിനെ ശ്രദ്ധിക്കുന്ന രീതി ഒരു മിലിറ്ററി മാനെ പോലെ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ വേണമെങ്കിൽ നോക്കൂ, ഈ അവസ്ഥ പൂർണ്ണമായി മാറും. നമ്മുടെ നാട്ടിൽ പോലീസിന് വെൽഫെയർ സിസ്റ്റം ഇല്ല. നമ്മുടെ നാട്ടിൽ പോലീസിന് വെൽഫെയർ കോൺസെപ്റ്റ് പോലുമില്ല. ഇതെന്റെ അപ്പീലാണ്, ഇതെന്റെ ഡ്രീമാണ്, എന്റെ സ്വപ്നം, എന്റെ യാചന, എന്റെ ആഗ്രഹം. ഞങ്ങൾക്കും ഒരു വെൽഫെയർ സൊസൈറ്റി വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനകത്ത് എല്ലാ കോൺസ്റ്റബിളിനെയും, അതായത് ASI, സബ് ഇൻസ്പെക്ടർ, അവരുടെ കുടുംബം രക്ഷിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയാൽ അവർക്ക് ധൈര്യം വരും. ദേ നോക്കൂ, നിങ്ങളുടെ ഫാമിലി പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങളുടെ ഫാമിലി സുരക്ഷിതമാണ്, കുട്ടികൾ എഴുതുന്നു, നന്നായി പഠിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ റോട്ടിലല്ല ഉള്ളത്, നിങ്ങൾ ചെന്ന് പണിയെടുക്കുമെന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകാം, 100% പെർഫെക്റ്റ് ആയി മാറും. നമുക്കാവശ്യം ഒരു വെൽഫെയർ സിസ്റ്റമാണ്. വെൽഫെയർ ഒരു ഇഷ്യൂ ആയിരിക്കണം, വെൽഫെയർ ഒരു പ്രയോറിറ്റി ആയിരിക്കണം. ഇതെന്റെ സ്വപ്നമാണ്. ഈ സ്വപ്നം വിജയിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. നമുക്കായി ഒരു വെൽഫെയർ കോൺസെപ്റ്റ് ഉണ്ടാകണം, അതും എന്റെ സർവീസിൽ.